നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്ര പ്രചണ്ഡമായ രീതിയിൽ ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവൺമെന്റും കോടികൾ ചെലവഴിച്ച് ജനവിധിയെ ഏതാണ്ട് അട്ടിമറിക്കും വിധം നടത്തിയ ഒരു കാലം ഇതിനു മുമ്പ് ആർക്കും ഓർമ്മിച്ചെടുക്കാൻ പോലും സാധിക്കില്ല. അത്ര പ്രചണ്ഡമായ പ്രചരണ പരിപാടികളാണ്, PR വർക്കുകളാണ് സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ ഗവൺമെന്റിന്റെ ചെലവിലും ഇടതുപക്ഷ മുന്നണി എന്ന നിലയിലും നടന്നു. പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ എല്ലാ സ്വഭാവ വിശേഷങ്ങളിൽ നിന്നും മാറ്റി വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു നിരന്തര ശ്രമത്തിന്റെ ഫലം കൂടിയായിരുന്നു ഏതാണ്ട് എല്ലാ ചാനലിലും ആ ചാനലുകളുടെ പ്രമുഖരായ എഡിറ്റർമാർ നേരിട്ട് പിണറായി വിജയനുമായി നടത്തിയിട്ടുള്ള അഭിമുഖം. അത് കണ്ടവർക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് എന്ന് പറയും, മനസ്സിലാകും ഇതൊരു PR വർക്കാണ് എന്ന്. സത്യത്തിൽ പിണറായി വിജയനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. 10 വർഷത്തിനിടയിൽ നിരന്തരമായി ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് കിട്ടേണ്ട ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. കിട്ടിയ ഉത്തരങ്ങൾ മതിയാകാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞു കൊടുത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെയായിരുന്നു എല്ലാ എഡിറ്റർമാരും പ്രവർത്തിച്ചത്. ഞാൻ പിണറായി വിജയനോട് ചോദിക്കേണ്ട ഏതാനും ചോദ്യങ്ങൾ എഡിറ്റർമാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരവസരം തരികയാണ്. ചില ചോദ്യങ്ങൾ: 1, 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുകയില്ല, നിലപാട് മാറ്റുകയില്ല എന്ന് പിണറായി വിജയൻ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2019 പറഞ്ഞിരുന്നു. ഇപ്പോൾ U-ടേൺ അടിച്ചിട്ടുണ്ടല്ലോ, താങ്കൾ നിലപാട് മാറ്റിയോ? യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കേണ്ടതില്ല എന്ന നിലപാടിലാണോ ഇപ്പോൾ താങ്കൾ ഉള്ളത്? ഇന്നിപ്പോൾ താങ്കളുടെ ഗവൺമെന്റും ദേവസ്വം ബോർഡും സ്വീകരിച്ച നിലപാട് 2019 തന്നെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു. BJPക്ക് നല്ലൊരു അവസരം കിട്ടുന്നത് തടയാമായിരുന്നു. താങ്കളുടെ ഉദ്ദേശം BJPക്ക് ഒരവസരം നൽകുക എന്നതായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചപ്പോൾ അത് തന്നെ ഒരു മതേതര സംസ്ഥാനത്ത് അതിൻ്റെ ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുക, അതിന് ഉദ്ഘാടകനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി വരിക, ആ പരിപാടിയിലേക്ക് ഇന്ത്യയിലെ മതേതരത്വത്തെയും മത സൗഹാർദ്ദത്തെയും സംബന്ധിക്കുന്ന ഒരു കുപ്രസിദ്ധനായ ഒരു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചത് പിണറായി അറിഞ്ഞിട്ടല്ല എന്നാണ് ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത്. അപ്പോൾ പിന്നെ താങ്കൾ അറിയാതെയാണോ ഇവിടെ ആഗോള അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾക്ക് മറ്റു മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കുന്നത്? താങ്കൾ അറിയില്ല എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഈ നാട്ടിൽ നടക്കുന്ന പലതും അറിയില്ല എന്നുകൂടി വിശ്വസിക്കേണ്ടി വരികയില്ലേ? വനിതാ മതിലിന് വേണ്ടി 50 ലക്ഷം രൂപ ചെലവഴിക്കുകയുണ്ടായി. അതിൽ ലക്ഷക്കണക്കിന് വനിതകൾ അണിനിരക്കുകയുണ്ടായി. അതൊരു പാഴ്ചെലവായിരുന്നോ? അവരെ മുഴുവനും വിഡ്ഢികളാക്കുകയാണോ താങ്കൾ ചെയ്തത് എന്ന് ചോദിക്കേണ്ടി. സംസ്ഥാനത്ത് 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ അമിത്ഷാ കേരളത്തിൽ വന്നിട്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത്, അതേപോലെ ലൈഫ് മിഷൻ കോഴ തുടങ്ങിയിട്ടുള്ള കേസുകളിലെ കേന്ദ്ര ഏജൻസികളുടെ നടപടികൾ നിർത്തിവെച്ചത്. ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും പ്രതിയായി ജയിലിൽ കിടന്നു. അങ്ങനെ അത്തരം സംഭവം ഉണ്ടായിട്ട് താങ്കളെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും കേന്ദ്ര ഏജൻസികൾ തയ്യാറാകാതിരുന്നത് മോദിയുമായിട്ടുള്ള എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണോ? ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും കേസിൽ കുടുക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. മുഖ്യമന്ത്രിമാരെ ജയിലിലടക്കുക പോലും ഉണ്ടായി. എന്നിട്ടും താങ്കളെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ്
താങ്കൾക്കും കുടുംബത്തിനും ഈ കേസിൽ പങ്കുണ്ട് എന്ന് പരസ്യമായി പറയുന്ന സാഹചര്യം ഉണ്ടായി. അതേ സമയത്ത് പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷിക്കെതിരെയും സ്വപ്ന സുരേഷ് സംസാരിച്ചു. പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷ് സ്വപ്ന സുരേഷിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ എങ്കിലും തയ്യാറായി. താങ്കൾ എന്താണ് താങ്കൾക്കെതിരെ, താങ്കൾക്കും കുടുംബത്തിനുമെതിരെ ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിച്ച സ്വപ്ന സുരേഷിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാൻ തയ്യാറാകാതെ? താങ്കൾ സംരക്ഷിച്ച ഒരാളാണ് ADGP അജിത് കുമാർ എന്ന് കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാമല്ലോ. RSS നേതാക്കന്മാരുമായി നിരന്തര ബന്ധം പുലർത്തിയ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രമേൽ സംരക്ഷിക്കുന്നത്? തൃശൂർ പൂരം RSSന് വേണ്ടി തൃശൂർ പൂരം കലക്കിയത് ഈ ADGP അജിത് കുമാർ ആണ് എന്ന് CPIയുടെ നേതാക്കൾ പരസ്യമായി പറയുകയുണ്ടായി. എന്നിട്ട് പോലും ഈ ADGP അജിത് കുമാറിനെതിരെ വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണം നടത്താൻ പോലും താങ്കൾ തയ്യാറായില്ല. ഈ ADGP അജിത് കുമാറിനെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കേസിൽ, ആ കള്ളക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മാറ്റാൻ പരിശ്രമിച്ചു എന്ന ഒരു കേസ് കൂടി ഉണ്ടായി. ആ കേസിൽ കൂടി പങ്കാളിയായതുകൊണ്ടാണോ ഈ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി താങ്കൾ നടപടി സ്വീകരിക്കാതെ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പാണ് തൃശ്ശൂര് കൊടകരയില് കള്ളപ്പണ തട്ടിപ്പുണ്ടായത്. അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച കേരള പോലീസിലെ ഉദ്യോഗസ്ഥൻ ആ പണം മാത്രമല്ല 41.4 കോടി രൂപ കേരളത്തിലേക്ക് BJP നേതാക്കന്മാർക്ക് വേണ്ടി കർണാടക വഴി വന്നു എന്നും അത് എപ്പോൾ വന്നു, ഏതെല്ലാം BJP നേതാക്കൾക്ക് കൊടുത്തു, എത്രയെല്ലാം കൊടുത്തു എന്ന് കൃത്യമായ വിവരണം കേരള പോലീസിന് ലഭിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച കേസിൽ എന്ത് നടപടിയാണ് ഈ 5 വർഷം കഴിഞ്ഞിട്ടും താങ്കളുടെ പോലീസ് സ്വീകരിച്ചത്? വെറും ഒരു തട്ടിപ്പ്, വെറും ഒരു കവർച്ച കേസാക്കി നിർത്തുകയും ആ കേസിലെ പ്രതികൾ, ആ കേസുമായി ബന്ധപ്പെട്ട ആളുകൾ പണം പിടിച്ച ഉടനെ തന്നെ വിളിച്ചത് BJPയുടെ അന്നത്തെ യുവമോർച്ചയുടെ മുൻ സംസ്ഥാന ട്രഷറർ, അതുപോലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രൻ അടക്കമുള്ള ആൾക്കാർ ആണ് വിളിച്ചത്. എന്നിട്ട് പോലും ഈ കേസിൽ K. സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കന്മാരെ പ്രതി ചേർക്കാതെ അവരെ സാക്ഷിയാക്കി മാറ്റി ആ കേസിനെ കേന്ദ്ര ഏജൻസികൾക്ക് വിട്ടുകൊടുത്തത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണോ? പാലത്തായിലെ അടക്കം ഒരു പീഡന കേസിലെ പ്രതിയെ പോക്സോ വകുപ്പ് രേഖപ്പെടുത്താതെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നത് നാട് മുഴുവനും അതിന് രംഗത്ത് വന്നപ്പോഴാണ് താങ്കൾ ആ കേസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ അവസാനം അയാളെ ശിക്ഷിച്ചപ്പോ ആ പ്രതിക്ക് പരോൾ കൊടുക്കാൻ വേണ്ടി നീട്ടി പരോൾ കൊടുക്കാൻ വേണ്ടി താങ്കൾ പരിശ്രമിക്കുന്നതും ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണോ? കേരളത്തിൽ കള്ളപ്പണക്കേസ്, കള്ളത്തോക്ക് കേസ്, കള്ള നോട്ട് കേസ്, ഇങ്ങനെ നിരവധി കേസുകളിൽ BJP പ്രവർത്തകരും നേതാക്കന്മാരും പ്രതികളായതുണ്ട്. ഈ കേസുകളെല്ലാം ഈ കേരളത്തിൽ മുന്നോട്ട് പോകാത്തത് താങ്കളുടെ സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ കേസ്, അതുപോലെ തന്നെ ലാവലിൻ കേസ് തുടങ്ങിയ കേസുകളുമായി ബന്ധമുണ്ട്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ബന്ധമാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്നത് ശരിയാണോ? അതേക്കുറിച്ച് താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാരമ്പര്യമുണ്ട്. EMS മുതൽ, കേരളത്തിലെ മുഖ്യമന്ത്രിയായ EMS മുതൽ ഇവിടെ ഇപ്പം പിണറായി വിജയൻ വരെയുള്ള ആൾക്കാരെടുത്ത് നോക്കിയാൽ താങ്കൾ തന്നെയും ഈ ഏകാധിപത്യ പ്രവണതക്കെതിരെ VSന്റെ കാലഘട്ടത്തിൽ അതിശക്തമായി സംസാരിച്ച ഒരാളാണ്. VS താൻ പോരിമ കാണിക്കുന്നു എന്ന് ആക്ഷേപിച്ച ആളാണ്. VS അച്യുതാനന്ദനെതിരെ
താങ്കൾ പരസ്യമായി ആ ഒരു നിലപാടെടുത്ത ആളാണ്. അതിന്റെ പേരിൽ വിമർശിച്ചതിന്റെ പേരിൽ PB യിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഒരാളാണ്. പക്ഷെ താങ്കൾ അധികാരത്തിൽ വന്ന് നേതൃത്വത്തിൽ വന്ന് അധികാരത്തിൽ വന്നപ്പോ താങ്കളെ പ്രകീർത്തിച്ചുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള പാഠകരാണ് വന്നത്, സ്തുതിവാചകങ്ങളാണ് വന്നത്. തിരുവനന്തപുരത്ത് താങ്കളാണ് ഈ ലോകത്ത് കമ്മ്യൂണിസം പരക്കാൻ കാരണഭൂതനായിട്ടുള്ള ആള് എന്ന മെഗാ തിരുവാതിരക്കളി നടന്നപ്പോ അതിനുത്തരവാദികളായ പാർട്ടി നേതാക്കന്മാർക്കെതിരെ കാമ എന്നൊരക്ഷരം പറയാൻ പോലും താങ്കൾ തയ്യാറായില്ല. അധികാരത്തിൽ വന്നതിന് ശേഷമാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നേതാവിനെ ആര് നയിക്കണമെന്ന്, ആര് മുഖ്യമന്ത്രിയാകണം തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നാണ് ഇപ്പോൾ താങ്കൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. താങ്കൾക്ക് ഓർമ്മയില്ലേ, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരാൾ LDFന്റെ പേരിൽ ഈ സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് പരസ്യ ബോർഡുകളിൽ ഒന്നിൽ പോലും ഇടതുപക്ഷ മുന്നണിയുടെ ഒരു നേതാവിന്റെ പോലും ഫോട്ടോ ഇല്ല. CPIMലെ ഒരു നേതാവിന്റെ പോലും ഫോട്ടോ ഇല്ല. 2016 താങ്കൾ അധികാരത്തിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലെ പ്രചരണ ബോർഡുകൾ താങ്കൾക്ക് ഓർമ്മയുണ്ടാവും. അത് പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, VS അച്യുതാനന്ദൻ മൂന്നാളുകളെ മുന്നിൽ വെച്ചിട്ടായിരുന്നു അന്ന് ബോർഡുകൾ ഉണ്ടായിരുന്നു. ഇന്ന് താങ്കളെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും താങ്കൾ ഒരാളുടെ എന്റെ ഫിഗർ, എന്റെ തല എന്ന് സിനിമയിൽ പറഞ്ഞതുപോലെ താങ്കളെ മാത്രം മുന്നിൽ നിർത്തി എന്തുകൊണ്ടാണ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? താങ്കൾക്ക് ഭീഷണിയായി തീരുന്ന മുഴുവൻ ആളുകളെയും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വെട്ടിയകറ്റി. ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നത് G. സുധാകരനെ പോലെ, KT ഗോവിന്ദനെ പോലെയുള്ള ആളുകളൊക്കെ, അതുപോലെയുള്ള ആളുകൾ, തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തുന്നത് പ്രായത്തിന്റെ പേരിലാണ്. 75 കഴിഞ്ഞ ആളുകൾ മാറി നിൽക്കണം എന്നത് പാർട്ടി തീരുമാനമാണ്. ആ പാർട്ടി തീരുമാനം എല്ലാവർക്കും ബാധകമാണ് എന്ന് പറയുന്ന താങ്കൾ ഇത് പറയുമ്പോ കേരളത്തിലെ ജനം ചിരിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് ഈ വ്യവസ്ഥയൊന്നും താങ്കൾക്ക് ബാധകമല്ലാത്തത് എന്ന് ആളുകൾ ചോദിക്കില്ലേ? ഇത്തരം നിരവധി ചോദ്യങ്ങളുണ്ട് പിണറായി വിജയനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ ചാനൽ എഡിറ്റർമാർ പിണറായി വിജയൻ ആവശ്യമുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുകയും, പറഞ്ഞുകൊടുത്ത ചോദ്യങ്ങൾ മാത്രം ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞ ഉത്തരങ്ങൾ അതേപടി സ്വീകരിക്കുകയും ചെയ്യും.